ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പരിശുദ്ധ ഹാഷ ആഴ്ചയുടെ വാതിൽക്കൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതീവ ഗൗരവത്തോടും ആഴമുള്ള ആലോചനയോടും കൂടെ നിറയട്ടെ. ഇന്ന് നാം ഓർക്കുന്ന ഹോശാന ദിനം നമ്മുടെ രക്ഷകന്റെ കർത്തൃത്വം, ദൈവികത, കൂടാതെ മനുഷ്യഹൃദയത്തിന്റെ ദൗർബല്യം എല്ലാം ഒരുമിച്ച് കാണിക്കുന്ന ദിവസമാണ്. എന്താണ് ഹോശാനയുടെ അർത്ഥം? ഹീബ്രു പദമായ ഹോഷിയാന എന്നതിൽ നിന്നാണ് ഹോശാന ഉദ്ഭവിക്കുന്നത്. അതിന്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളിൽ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു ബഥാനിയിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി വരുന്ന ദൃശ്യമാണ് മുഖ്യമായിരിക്കുന്നത്. സക്കറിയ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കണ്ണുകളുടെ മുമ്പിൽ സാക്ഷാത്കരിക്കപ്പെട്ടത്. ജനങ്ങൾ കുരുത്തോലകളെടുത്ത് വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് പാട്ടുകൾ പാടിയും ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്ത് നിലവിളിച്ചും അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർ അറിയാതെ തന്നെയായിരുന്നു രാജാക്കന്മാർ രാജാവിനെ സ്വീകരിച്ചത്. പക്ഷേ തന്ത്രങ്ങളോടെയോ അധികാരത്തിന്റെ ഭീഷണിയോടെയോ സൈനിക ബലത്തിന്റെ തിമിർപ്പ് കൊണ്ടോ അല്ല, സമർപ്പണത്തോടെയും അതിലേറെ താഴ്മയോടെയുമായിരുന്നു അവന്റെ വരവ്. നാം ഇവിടെ ഒരു അതീവ മഹത്തായ ദർശനം കാണുന്നു. ദൈവം കഴുതയുടെ മേൽ കയറി വരുന്നു. അതൊരു നിർദ്ദേശമല്ല, മറിച്ച് ഒരു സന്ദേശമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ശക്തിയുള്ളവരെയല്ല, ലളിതരായവരെയാണ്. ആ കഴുതയ്ക്ക് പ്രശസ്തി കിട്ടിയത് അതിന്റെ കഴിവുകൾ കൊണ്ടല്ല, ക്രിസ്തു അതിന്റെ മേൽ ഇരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ ആയിരിക്കണം. ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ ലോകം നമ്മെ ആഘോഷിക്കും, മറിച്ച് അവനില്ലെങ്കിൽ നമ്മെ അതിജീവനം മാത്രമായി കാണും. ഈ ജെറുസലേം പ്രവേശനം ക്രിസ്തുവിന്റെ ദൈവികതയുടെ പ്രഖ്യാപനമായിരുന്നു. അവൻ പൊതുസമൂഹത്തിന്റെയും ജനഹൃദയത്തിന്റെയും മധ്യത്തിൽ വെളിപ്പെട്ടപ്പോൾ അധികാരികൾ ഭയപ്പെട്ടു. അതുകൊണ്ട് ഇന്നേ ദിവസം അവർ അവനെതിരായി ഗൂഢാലോചനകൾ ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസം നമ്മോട് പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, ഒരു നിലപാടാണ്. നാം ഹോശാന പാടുന്ന ദിവസം ആവേശത്തോടെ അല്ലാതെ ഈ ആത്മീയ സത്യം മനസ്സിലാക്കി നാം പാടണം. ദൈവമേ, ദയവ് തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രക്ഷയുടെ ആഹ്വാനത്തിലൂടെ നമ്മെ പവിത്രീകരിക്കാൻ കർത്താവ് ഇന്നും കാത്തിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കഴുതയുടെ ലാളിത്യവും യേശുവിനോടുള്ള സ്നേഹത്തോടുള്ള സമർപ്പണവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഉച്ചത്തിൽ പറയുന്നു, സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.